ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളൊരു മഴയെല്ലാം ആയിട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവിടെ പോയി. പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് എല്ലാം വിളിച്ചു പോയി. അതിന് വീണ്ടും കുറച്ചൊന്ന് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി. മഴ ഇനി കുറച്ച് നേരമായിട്ട് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 5:30. ഇരുണ്ട് കയറുന്നുണ്ട്. ഇവിടുത്തെ മൺസൂൺ ഏതാണ്ട് ആരംഭിച്ചു എന്ന് തോന്നുന്നു. ഇത് കോടി ബീച്ച്. മഴയത്ത് ഈ ഭാഗത്ത് വരാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചേ, പക്ഷെ മഴ ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറി തന്നു. ഇത് നോക്കിയേ, ഇതൊരു ബ്യൂട്ടിഫുൾ സീ വാക്കാണ്. ഇതാണ് പഞ്ചഗംഗാവലി റിവർ. അപ്പോൾ ഗംഗാവലി റിവർ നേരെ പോയി അറേബ്യൻ കടലിലേക്ക് കൂട്ടി യോജിക്കുന്ന സ്ഥലമാണ്. എസ്റ്റ്യൂറി എന്ന് നമ്മൾ പറയില്ലേ, ആ ഭാഗമാണ് ഇത്. സീ വാക്ക് അപ്പുറത്തെ സൈഡിലൊരു സീ വാക്ക് ഉണ്ട്. വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതുവഴിയും പോകാം. ഇവിടെ ഈ ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട് ആ സൈഡിലോട്ട്. കേരളത്തിലുള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് ഇവിടുത്തെ നമ്മളിപ്പോൾ കുന്താപുരയിലാണ് നിൽക്കുന്നത്. കുന്താപൂർ നിയർ കൊല്ലൂർ, ഉടുപ്പി ജില്ല. അപ്പോൾ ഇവിടുത്തെ രസകരമായ സ്ഥലങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കോടി ബീച്ച് ഇതിങ്ങനെ അങ്ങറ്റം വരെ വാക്ക് വേ ഉണ്ട്. രാത്രിയാകുമ്പോൾ വഴിവിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിക്കും. പിന്നെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഐ ലവ് കോടി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നോക്കി, പിന്നെ അവരുടെ ലാംഗ്വേജിൽ കന്നഡയിലും എഴുതിയിട്ടുണ്ട്. അപ്പുറത്തെ വാക്ക് വേ ആണ് കുറേ കൂടെ ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത് കടലും കാണാം, ഈ പറയുള്ള ഈ കായലും കാണാം. റിവർ മീറ്റിംഗ്സ് നടന്ന് നമ്മൾ അറ്റം വരെ പോകണമെങ്കിൽ കടലിൻ്റെ ആ ഭാഗത്ത് എത്തും. എനിക്കിവിടെയെല്ലാം കാണുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലോട്ടാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ആൾക്കാരിരുന്ന് ചെറുതായിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ. ലൈറ്റൊക്കെ തെളിഞ്ഞ് തുടങ്ങി, ആകാശം ഇങ്ങനെ മൂടിക്കെട്ടി. ഏത് സമയത്തോടെയും ഇനിയും മഴ തുടങ്ങാം. അങ്ങ് അറ്റം വരെ പോകണം, എന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കടൽ കാണാം നമുക്ക്. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് ചൂണ്ടയിട്ട് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ പിടിക്കാൻ ഇങ്ങനെ ആൾക്കാർ അവിടെ ആയിട്ടിരിക്കുന്നുണ്ട്. ഓ, ഏതാണ്ട് നമ്മൾ കടലിൻ്റെ അടുത്ത് എത്താറായി. നല്ല മഴ വീണ്ടും ഡ്രസ്സിൽ ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ ഒരു തിരയിളക്കം നോക്കിയേ. റിവർ വന്ന് കടലിൽ ചേരുന്ന ഭാഗം, കടൽ ഇങ്ങോട്ട് കയറുന്ന ഭാഗം എസ്റ്റ്യൂറി. സീ ദിസ്. ഭയങ്കര മഴക്കോള് കൂടി ഉള്ളതുകൊണ്ടേ ഇപ്പം കടലേത് ആകാശം ഏതൊന്നും മനസ്സിലാവില്ല. എല്ലാം ഒരേ കളറായി. മഴ പെയ്തു. ഇറ്റ്സ് ഡ്രസ്സിൽ എല്ലാവരും തിരിച്ച് കിടക്കുന്നു. മഴ തുടങ്ങി. അപ്പം നമ്മളും തിരിച്ച് നടക്കേണ്ടി വരും. ഓക്കെ, മഴയില്ലാത്ത സമയമാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കോടി ബീച്ചിൽ നിന്ന് ഓടി ഇറങ്ങേണ്ടി വന്നു. അതെ, അവിടുന്ന് മഴ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി. പക്ഷേ മഴ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി. ഓക്കെ, പക്ഷേ ഇവിടെ താഴെ വന്നപ്പോൾ ഇപ്പോൾ ഓഫ് സീസണാണ്. മഴ തുടങ്ങി കഴിഞ്ഞു. ഇത് ഐസ്ക്രീം ഒരു ബട്ടർ കോണും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുക. ആക്ച്വലി പറഞ്ഞാൽ മൺസൂൺ ഇവർക്ക് ജൂണിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ഓർഡറാണ്. ദാറ്റ് ഈസ് മെയ് ഒരു പീരീഡ് ഓഫ് ടൈം. മെയ് തൊട്ട് സെപ്റ്റംബർ പകുതി വരെ ഇവിടെ നടക്കുന്ന ബാക്കി ആക്ടിവിറ്റീസ്. കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര ഫൺ ഫീൽഡ് ആയിട്ടുള്ളൊരു സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഡോൾഫിൻ സൈറ്റിംഗ് ഒക്കെ ഉള്ള ബീച്ചാണ് കേട്ടോ ഇത്. റോക്ക് ഐലൻഡിലേക്ക് കൊണ്ടുപോകും, മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോകും, മറ്റേ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ ഒരു മൺസൂണിൽ അവർ ചെയ്യില്ല. മൺസൂൺ താമസിച്ചില്ലെങ്കിൽ ആ ഡേറ്റ് അവർ സ്റ്റാർട്ടഡ് ഫ്രം ബാൻ ഫ്രം May 15 to September 1st. ഓക്കെ, സെപ്റ്റംബർ 1st വീക്ക് വരെ. May 15 തൊട്ട് ഇവിടെ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. എല്ലാ ബീച്ചസും അങ്ങനെയാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ആക്ടിവിറ്റി ഇല്ല. ഇപ്പോൾ ഓഫ് സീസണാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഓടണം. പക്ഷെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അത് സെപ്റ്റംബറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, പോകാം. ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് പാരിജാത. ഇവർക്കിവിടെ ബേക്കറി, സ്വീറ്റ്സ് അതെല്ലാം ഉണ്ട്. പ്ലസ് റെസ്റ്റോറൻറ്റും പിന്നെ താമസിക്കാനുള്ള സംവിധാനവും ഉണ്ട്. എവിടെ വന്നാലും ഗഡ്ബഡ് ഐസ്ക്രീം ഉണ്ട് ഈ സെക്ടറിലെല്ലാം. ജെല്ലി, ഇവരുടെ ഗഡ്ബഡ് ഉള്ള കേട്ടോ പാരിജാത. വെരി ടേസ്റ്റി. മാംഗോ, സ്ട്രോബെറി, വാനില, 3 ഫ്ലേവേഴ്സ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ജെല്ലി. പിന്നെ ദോശ പലതരം, ഇഡ്ഡലി, വട, ചട്നി, ഇത്രയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ ബേക്കറിയാണ്, സ്വീറ്റ്സ്. ഇവരുടെ സ്പെഷ്യലാണ് ബദാം ഹൽവ. പിന്നെന്താ പറയുക, ഐസ്ക്രീംസ്, ഗഡ്ബഡ്, ഇങ്ങനത്തെ.
ഞാൻ വിളിച്ചു ഐസ്ക്രീമാണ്, വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗഡ്ബഡാണ്. ഇവരുടെ ബദാം ഹൽവ ഭയങ്കര പോപ്പുലർ ആണല്ലോ. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, പേടയൊക്കെ വയ്ക്കില്ലേ അതുപോലെ. സോഫ്റ്റ്. അയ്യോ അടിപൊളി, വെരി നൈസ്. പീസ് പ്രൈസ് ഓർ വെയിറ്റ്? Kilo 1100, 30 pieces. 30 pieces. ഇവരുടെ ഭയങ്കര സ്വീറ്റ്സ് ആട്ടോ, ഗംഭീര സ്വീറ്റ്സ് ആണ് ഇവരുടെ. വീറ്റ് ഹൽവ സ്പെഷ്യൽ, ബദാം ഹൽവ സ്പെഷ്യൽ. ഓ ബിഗ് പീസാ? ഓക്കെ, 200 grams ഇതൊരെണ്ണം മേടിക്കാം എന്തായാലും. ഓക്കെ, ഇതിന് ദിസ് ഇസ് കിലോ 1100 ആണ് ബദാം ഹൽവയ്ക്ക്. അത്ര നല്ല സംഭവമാണ്. 1100 രൂപയാണ് കിലോ. ഇത് ഞാൻ ദിസ് ഇസ് 200 300 grams. ഓക്കെ, 300 grams. ഇത് ഏതാണ്ട് 300 രൂപ അടുപ്പിച്ചാകും. ഒരു 10 പീസ് കിട്ടും. പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ടേസ്റ്റ് ചെയ്തു ബദാം ഹൽവ. അവരുടെ വീറ്റ് ഹൽവ. വീറ്റ് ഹൽവ ഹൗ മച്ച്? 150. കിലോ 750. ഒരു കിലോയ്ക്ക് 750. ഒരു ലഡു ഇവരുടെ ഭയങ്കര സ്പെഷ്യലാന്ന് പറയുന്നു. മോട്ടിച്ചൂടല്ല, ഇത് വേറെ സ്റ്റൈൽ. ഭയങ്കര കറുമുറ എല്ലാം നല്ല വിലയാണ്, പക്ഷെ എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റി. ടോട്ടൽ എത്രയായിരുന്നു പറഞ്ഞത്? 300 grams. അടിപൊളി. ഈ 3 സാധനം കൊണ്ട് 575 ആണ്. പക്ഷേ ബെസ്റ്റ് നമ്പർ 1 പാരിജാത സ്വീറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കില്ല. ഓൺലി ഫുഡ് ഗ്രേഡ് കളേഴ്സ്, പ്രീമെയ്ഡ് കോവ. അവരുടെ തന്നെ കോവ വെച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റിയ കാര്യങ്ങൾ, നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഞാൻ തന്നത്. പാരിജാതയുടെ അവരുടെ ബേക്കറി ആൻഡ് സ്വീറ്റ് സെക്ഷനിൽ നിന്ന് ഇതൊക്കെയാണ് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കഴിക്കാനാണെങ്കിൽ കണ്ടല്ലോ, ഗഡ്ബഡ് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ ഗഡ്ബഡ്. ഓക്കെ, അപ്പം നേരം ഇരുട്ടി തുടങ്ങി. ഇവിടെ 5 ദിവസമായിട്ട് ഞാൻ കിടന്ന് കറങ്ങാണ് കേട്ടോ. ഇത് 5ാമത്തെ ദിവസമാണ്. അതായത് ഈ ഒരു സെക്ടറിൽ കുന്താപുരയിൽ വന്നിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. ഇന്നലെ രാത്രി എത്തി, ഇന്ന് രാത്രി ഒരു നൈറ്റും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഇതുവരെ ഞാൻ വെജാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഇനിയിപ്പോൾ അമ്പലത്തിലൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ ഒരു നോൺ വെജ് ആകാം അല്ലേ. ഷെട്ടീസ് ലഞ്ച് ഹോം വെരി ഫേമസ്. അവിടുത്തെ കോറി റോട്ടി കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ നീർദോശ, ചിക്കൻ ഗീ റോസ്റ്റ് കഴിക്കാം. ഓക്കെ, കുന്താപുരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് റോഡിൽ. ആഹാ, ഇതൊരു വലിയ സിറ്റി കേട്ടോ. കാർ കയറാം. ഷെട്ടി ലഞ്ച് ഹോം അകത്തേക്ക് കയറാം. അങ്ങനെ ഷെട്ടി ലഞ്ച് ഹോമിൻ്റെ അകത്തോടെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ AC ഹോളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ അവിടെ. മെനു ഒക്കെ അവിടെ ചോദിക്കാം. ഇത് ഇച്ചിരി ഫേമസ് ആണ് കേട്ടോ. ഉച്ച സമയത്താണെങ്കിലും ഡിന്നറാണെങ്കിലും. ലഞ്ച് ഹോം എന്നാണ് പേര് തന്നെ, ഷെട്ടീസ്. AC മെനു ഇസ് ഡിഫറെൻറ്റ്. ഓ വൈ സോ ഡിഫറെൻറ്റ്? നോൺ AC സെപ്പറേറ്റ് മെനു ആണ്. ഓക്കെ, ഇവിടെ എല്ലാം ഉണ്ട്. ചൈനീസും ഒക്കെ കിട്ടും. മിൽക്ക് ഷേക്ക്, ഫ്രൂട്ട്, ഡിസേർട്ട്സ് വേണ്ട. ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിഞ്ഞ് വന്നത്, ഗഡ്ബഡ് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. ഇവരുടെ സ്പെഷ്യൽ എന്താ നോക്കട്ടെ. ഷെട്ടി സ്പെഷ്യൽ ഡിഷസ്. ഓക്കെ, ഇവരുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. നൈസ്. നീർദോശ പറയാം ആസ് യൂഷ്വൽ. നമ്മൾ മാംഗ്ലൂറൊന്നും ഇങ്ങനെ ഒരു ഷെട്ടീസ് ലഞ്ച് ഹോം ഒരു കടയിൽ നിന്നാണ് ചിക്കൻ ഗീ റോസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ നിന്ന് കഴിക്കാം. മട്ടൺ ഗീ റോസ്റ്റ് ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻസിന് ഗോബി ഗീ റോസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോളിഫ്ലവർ. പനീർ ഗീ റോസ്റ്റ് ഉണ്ട്, മഷ്റൂം ഗീ റോസ്റ്റ് ഉണ്ട്, എഗ് ഗീ റോസ്റ്റ് ഉണ്ട്. ഓ, ഒരു എഗ് ഗീ റോസ്റ്റ് കൂടി പറയാം. ഓക്കെ, യാ വിൽ ഹാവ് വൺ ചിക്കൻ ഗീ റോസ്റ്റ്, ദെൻ വൺ എഗ് ഗീ റോസ്റ്റ്, ദെൻ നീർദോശ. 1 plate 4 pieces. നീർദോശ 1 plate 4 pieces. Okay, 2 plates. What is this? Majjige dosha? Special like appam. Is it with jackfruit or no? Majjige dosha. Buttermilk dosha. Okay, we'll have 1 plate. One, yeah, 2 pieces. Okay, just to try. Okay, 1 plate. And fish fry. Kane fish famous here. Kane fish fry. Yeah, first one. Okay, it's seasonal. Now it's available. Yeah. Kane. Red seasonal. Okay, kane fish fry. പിന്നെ ചിക്കൻ ഗീ റോസ്റ്റ്, എഗ് ഗീ റോസ്റ്റ്, നീർദോശ, മജ്ജിഗ ദോശ. അത് ഇത്രയും തൽക്കാലം പറയാം. ഓക്കെ, ഇവിടെ ധാരാളം സീ ഫുഡ് സ്പെഷ്യലുണ്ട്. അതിലൊന്ന് പറഞ്ഞു കാനെ. ദെൻ പോംഫ്രറ്റ് ഉണ്ട്, അഞ്ചൽ, നമ്മുടെ നെമ്മീൻ, ഇതിൻ്റെ എല്ലാം ഫ്രൈ കിട്ടും. ബങ്കുട, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ബങ്കുട എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. അങ്ങനെയല്ല എൻ്റെ പ്രൊണൗൺസിയേഷൻ. നമ്മുടെ അയലയാണ് കേട്ടോ, ബങ്കുട. ഓക്കെ, പ്രോൺ ഗീ റോസ്റ്റ്, ഫിഷ് ചില്ലി, ഫിഷ് എല്ലാം ഉണ്ട് സംഭവം. പ്രോൺസ്,
പിന്നെ ക്രാബ് ഒക്കെ ഉണ്ട്. അപ്പോൾ 5ാമത്തെ ദിവസം നോൺ വെജ് കഴിക്കാൻ പോകണം. ഇത്രയും ദിവസം വെജ് ആയിരുന്നു, വെജ് മാത്രം. ലെറ്റ്സ് ട്രൈ ഔട്ട്. നീർദോശ, കാണെ ഫ്രൈ, ചിക്കൻ ഗീ റോസ്റ്റ് ആൻഡ് egg ghee roast. This is ajige dosha, that is buttermilk dosha. Hot. Thank you. Enir dosha and combination will follow. Chicken ghee roast. കഴിക്കാൻ പോകും with the masala. നമ്മുടെ നീർദോശ കോമ്പിനേഷൻ, രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. വെരി ടേസ്റ്റി. എന്താ സ്വാദ്, ഗംഭീരം. ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മസാല, ഗീ റോസ്റ്റ് മസാല അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതേ ടേസ്റ്റ്, നല്ല വറുത്തിയെടുത്തിരിക്കണം ആ മുളക് പേസ്റ്റൊക്കെ. എഗ് റോസ്റ്റ് മസാല ഇസ് ഓൾസോ എക്സലൻറ്റ്. നമ്മുടെ കാണെ ഫ്രൈ ഒരു പ്രത്യേക ഫിഷാട്ടോ, ചെറിയ സോഫ്റ്റ്. എന്തുകൊണ്ടും ഗംഭീരം. വന്നത് നന്നായി തോന്നുന്നില്ലേ, അടിപൊളി. ഇങ്ങനെ കഴിച്ചെന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നോൺ വെജ് കഴിക്കുന്നതിൻ്റെ ഒരു, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാനൊരു ആഗ്രഹം തോന്നി. അന്ന് ലാസ്റ്റ് കഴിച്ചത് മാംഗ്ലൂർ സർവീസില്ലേ, വെരി നൈസ്, വെരി നൈസ്. ബട്ടർമിൽക്ക് ദോശ, നൈസ്, സിമ്പിൾ, വെരി നൈസ്. കളാട്ടോ നമ്മുടെ ആപ്പം എല്ലാം പോലെ ടേസ്റ്റ്, സംതിങ് സിമിലർ, ചെറിയൊരു പുളി. അപ്പോൾ കഴിച്ച് തീർക്കട്ടെ. അടിപൊളി ഒരു ഡിന്നർ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ. ഷെട്ടീസ് ലഞ്ചോ തിരക്ക് നോക്കൂ. ഈ കടയുടെ ഫ്രണ്ടിലത്തെ ഇത്രയും കാറുകൾ ഇവിടെ കഴിക്കാൻ വന്നവരാണ്. ഞാൻ കയറിയ സമയത്ത് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ സമയം 1 മണിക്കൂർ കഴിഞ്ഞു. ഈ സമയം കൊണ്ട് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്, ഒരുപാട്. ഇത് ഇവിടുത്തെ മറ്റൊരു ഫേമസ് പ്ലേസ് ആണ്, ഹർഷ റിഫ്രഷ്മെന്റ് വെജിറ്റേറിയൻ. ഹർഷ റിഫ്രഷ്മെന്റ്സ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് കേട്ടോ. അത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിന്റെ മേളിൽ വലിയൊരു ഹോട്ടലാണ്, താമസിക്കാൻ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ബാർ ഹോട്ടലാണ്, ബാർ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭയങ്കര കുറേ സാധനങ്ങളുണ്ട്, സ്നാക്ക് ഐറ്റംസ് ഒക്കെ. ഇവർക്കൊരു സ്പെഷ്യലുണ്ട്, ബ്രെഡ് മസാല. പിന്നെ അതുപോലെ ഈ സമയത്തൊക്കെ ഇനി ചാട്സ് ആണ്, വേൽപൂരി, പലതരം ചാട്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും അവരുടെ സ്പെഷ്യൽ ബ്രെഡ് മസാല ഓർഡർ ചെയ്തിട്ടുണ്ട്. വയറ് ഫുള്ളാണ്, എങ്കിലും ഇതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുന്താപൂരിലിരിക്കുമല്ലേ, ഇനി എന്നാ വരാൻ പറ്റുന്നതല്ലേ. റിഫ്രഷ്മെന്റ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് മസാല, ഒരു വലിയ ചാട്സിന്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളാണ്. അതാണ് നൈസ്. ചാട്സ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. നാരങ്ങ നീര്, ഓണിയൻ, അല്ല കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ, ജീരകത്തിൻ്റെ. എനിക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് എന്താ സംഭവം എന്നറിയണേ. കൊള്ളാം, നൈസ്. സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ബ്രെഡെല്ലാം. ഇതിൻ്റെ തൊട്ടടുത്തൊരു കല്യാണ മണ്ഡപം എന്നൊരു ഹാളുണ്ട്. അവിടെ ഭയങ്കര പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഒച്ച ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ.
അപ്പോൾ ഇവിടെ നല്ല ചാട്സ് കിട്ടും, കുറേ സ്നാക്സ് കിട്ടും, എല്ലാം കിട്ടും. നല്ല കട കേട്ടോ. ഞാൻ പക്ഷെ എല്ലാം ഫുൾ വയറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഫുള്ളായിട്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ചുരുക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും കുന്താപുരയിൽ വരികയാണെങ്കിൽ വരാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണിത്, ഹർഷ റിഫ്രഷ്മെൻറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റും, സ്നാക്സ്, ധാരാളം ചാട്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ശബ്ദം രക്ഷയില്ല. അങ്ങനെ ഹർഷ റിഫ്രഷ്മെൻറ്റ്സിൽ നിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ തിരിച്ചു പോവുകയാണ് റൂമിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസ് ആണ്. അതുവരെ